പല പ്രാവശ്യം നിങ്ങളെ രണ്ടുപേരെ ഞാൻ ശ്രദ്ധിക്കുക. എന്തോ ഒരു തരികിടമുണ്ട്. അല്ല, നീ ഇവനും ഒരേ സമയത്തിലെ കോളേജിൽ പഠിച്ചേ? മാരി വെനിസിൽ ചോദിച്ച കേട്ടില്ലേ? എന്താ ഉത്തരല്ലേ? എന്താടാ ദീപക്കെ? എന്റെ ദൈവമേ, എവിടെ പോയാലും ഈ ശല്യം എന്റെ പുറകെ തന്നെയാണല്ലോ. നാശം. രാജു, രാജു, ഋതു, രാജു, ഒരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ടായിരുന്നു. അത് രാജു, രാജു എന്തിനാ ഫോൺ ചെയ്ത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഋതിക ഇവിടെ ഉണ്ടായിരുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വന്നത് കുറച്ച് നേരത്തെ ആയി പോയല്ലേ. സാരല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഋതു, ഇത് ചതിയാ. ഇവള് മനഃപൂർവ്വം നമ്മുടെ ലൈഫ് തകർക്ക. മതി ഈ നാടകം കളി. എനിക്കെല്ലാം മനസ്സിലായി. ഋതു, നീ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കറിയില്ല. ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയിട്ടുമില്ല. രാജു, വെറുതെ ഇവളുടെ മുന്നിൽ വെച്ചെന്നെ കള്ളിയാക്കല്ലേ. ഋതു, ഇവള് പ്രതികാരം ചെയ്യാ. ഇവളെ വിശ്വസിക്കരുത്. ഇതോടെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് വിശ്വാസമായി. ഋതു, 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 നീ വെറുതെ വഴക്കുണ്ടാക്കല്ലേ ഋതു. ഈ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്ക്. ഞാൻ ഇവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാലോ. എനിക്കൊരു ലിസ്റ്റും പരിശോധിക്കണ്ട. മതിയായി നിങ്ങൾ. ഋതു, 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 എന്താണ് നീ കാണിച്ച? രാജു തല്ലിക്കോ. രാജുവിന്റെ തല്ലുകൊള്ളാൻ എനിക്കിഷ്ടാ. ഈ തല്ലൊരു പ്രണയ തല്ലായിട്ടേ ഞാൻ കരുതും. പക്ഷേ പരസ്യമായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് തല്ലരുത്. തല്ലിയ ഇതുപോലെ അനുഭവിക്കും. ആ ചെറിയ ഒരു കാര്യത്തിന് ഞാൻ നിന്നോട് പലവട്ടം മാപ്പ് ചോദിച്ചതാ. അത് മാപ്പ് കൊണ്ട് തീരില്ല രാജു. എങ്ങനെ തീർക്കണമെന്ന് ഞാൻ പിറകെ പറഞ്ഞുതരാം. ഇതുവരെ വരാത്തെന്താ? എവിടെ പോയതായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കാം. വന്നോ? അമ്മേ, ഞാൻ അമ്മയുടെ മടിയിൽ കുറച്ചു നേരം കിടന്നോട്ടെ. വാ. ഋതികേ, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവാ. രാജു, ഇങ്ങനെ സ്പീഡിൽ പോവല്ലേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നോട് പിണങ്ങാതെ. ഞാൻ ഇനി ക്ഷമിക്കില്ല. കടുങ്കയ്യെന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, പറഞ്ഞേക്കാം. രാജു, ഓ അത് ശരി, സംഗതി ഇവിടം വരെ എത്തിയല്ലേ. എന്റെ സംശയങ്ങള് ബലപ്പെട്ടു വരുവാ. അങ്ങനെ അങ്ങ് പോവാതെ. നിനക്ക് എന്താ വേണ്ടേ?
എന്താടാ ഇത്? എന്തോന്ന്? നീയോ ഇവളും തമ്മിൽ എന്താ ബന്ധമെന്ന്? ഇവൾ എന്റെ ആജന്മ ശത്രുവായ നിന്റെ ഭാര്യ. ആ ഒരു ബന്ധം മാത്രമേ എനിക്ക് ഇവളായിട്ടുള്ളൂ. എന്റെ ഭാര്യ ആയതുകൊണ്ടാണോ നീ ഇവളെ വളയ്ക്കാൻ നോക്കുന്നേ? വളയ്ക്കാനോ? എന്ത് മോശം ലാംഗ്വേജാണ് ഇത്? ഹ്, വളയ്ക്കാനായിട്ട് സ്ത്രീ എന്താ ഇരുമ്പ് കമ്പിയാണോ? എടാ, സ്ത്രീയും പുരുഷനും ഒരുപോലെ മനുഷ്യരാ. അവർക്ക് അവരുടേതായ വ്യക്തിത്വവും അഭിമാനവും ഉണ്ട്. അതറിയോ നിനക്ക്? ഓ, അങ്ങനെയാണോ ഫെമിനിസം? എന്നാലേ എന്റെ ഭാര്യ എന്റെ കീഴിൽ നിന്നാ മതി, ഫെമിനിസ്റ്റ് ആവണ്ട. നീ പഴയകാല മാടമ്പിമാരുടെ അവശിഷ്ടമാണല്ലോ. നടക്കട്ടെ. ഹ, നിക്ക്. അങ്ങനെ അങ്ങ് പോവാതെ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാ മതി. നീയും എന്റെ ഭാര്യയും തമ്മിൽ എന്താ ഇടപാടെന്ന്? ദീപു, ആവശ്യമില്ലാത്ത പറയല്ലേ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നീ മിണ്ടിപ്പോരുത്. ഇവൻ പറയട്ടെ, എന്താടാ നിങ്ങൾ തമ്മിൽ ബന്ധം? ആ, എനിക്കറിയൂ. പിന്നെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നടന്നു വന്നത്? എടാ, അത് തികച്ചും യാദൃശ്ചിക. പുറത്തു പോയ ഞാനും ഇവളും ഒരേ സമയത്ത് കയറി വന്നു. ഇവള് ഓട്ടോയിലും ഞാൻ എന്റെ ബൈക്കിലും. നീ എവിടെ പോയിരുന്നടി എന്നോട് ചോദിക്കാതെ? എന്റെ മൊബൈൽ ഫോണിന്റെ കവറൊന്ന് പൊട്ടി, അതൊന്ന് മാറാൻ പോയതാ. അവളും അവളുടെ ഒരു ഫോണും. പല പ്രാവശ്യം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ശ്രദ്ധിക്കുക. എന്തോ ഒരു തരികിടമുണ്ട്. അല്ല, നീയും ഇവനും ഒരേ സമയത്തല്ലേ കോളേജിൽ പഠിച്ചേ? മാരി വെനിസില്. ചോദിച്ച കേട്ടില്ലേ? എന്താ ഉത്തരല്ലേ? എന്താടാ ദീപക്കെ? ഇവനെ ഇവളെ ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്യുന്നു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നന്ദനകത്ത് പോ. എടാ, രാജു കാര്യം നമ്മുടെ ശത്രുവാ. പക്ഷേ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ കറങ്ങി നടക്കുന്നവനല്ല. അത് നീ മനസ്സിലാക്കിക്കോ. പിന്നെ ഭാര്യയെ വെറുതെ സംശയിക്കരുത്. നിനക്കാവുമ്പോ സംശയം കൂടും. അതിന്റെ കാര്യം എനിക്കറിയാം. നീ വേഗം റെഡിയായേ, നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടേക്ക്? അതൊക്കെ ഞാൻ പറയാം. നീ റെഡിയാവ്.